ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾക്കൊപ്പം എത്തുന്ന കൂട്ടിരിപ്പുകാർക്ക് വിശ്രമിക്കാൻ ഇടമില്ല. MP ഫണ്ടിൽ നിന്നും 8 വർഷം മുമ്പ് നിർമ്മിച്ച ഇരുനില കെട്ടിടവും 8 മാസങ്ങൾക്ക് മുമ്പ് ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടവും അടഞ്ഞുകിടക്കുകയാണ്. വെയിലിലും മഴയിലും വിശ്രമിക്കാനൊരിടമില്ലാതെ ആളുകൾ വലയുമ്പോഴാണ് ആശുപത്രി കോമ്പൗണ്ടിൽ തന്നെ 2 കെട്ടിടങ്ങൾ അടച്ചുപൂട്ടി കിടക്കുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ അഭയകേന്ദ്രമാണ് ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജ്. എന്നാൽ ഇവിടെ രോഗികൾക്കൊപ്പം എത്തുന്ന കൂട്ടിരിപ്പുകാർക്ക് ഒന്ന് വിശ്രമിക്കാനോ തല ചായ്ക്കാനോ കടത്തിണ്ണകളെയോ ആശുപത്രിയിലെ വരാന്തകളെയോ ആശ്രയിക്കേണ്ട ഗതികേടാണ്. KC വേണുഗോപാൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നപ്പോൾ MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ കൂട്ടിരിപ്പുകാർക്കായി അനുവദിച്ച ഇരുനില മന്ദിരമാണിത്. പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിന് സമീപം ഒരു പ്രേതാലയം പോലെ ഈ മന്ദിരം 8 കൊല്ലമായി അടച്ചിട്ടിരിക്കുകയാണ്. കാവൽക്കാരില്ലാത്ത കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണിപ്പോൾ. KC വേണുഗോപാൽ MP-യുടെ പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ മുടക്കി ഉദ്ഘാടനം നിർവഹിച്ച ഒരു കെട്ടിടം അത് 7 വർഷക്കാലമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇത് സാമൂഹ്യ വിരുദ്ധരുടെ താമസ സ്ഥലമായി മാറിയിരിക്കുകയാണ്. 2012 ജൂലൈ 8-ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത കെട്ടിടം സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി 2017-ലാണ് അടച്ചത്. ഇരുനിലകളിലായി 20 പേർക്ക് വിശ്രമിക്കാവുന്ന സൗകര്യവും 8 ശൗചാലയമാണ് ഇവിടെയുള്ളത്. എന്നാൽ ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരായ കൂട്ടിരിപ്പുകാരുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇവിടെ വിശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു, പക്ഷേ തുറന്ന് കണ്ടില്ല ഇതുവരെ. നിലവിൽ വരാന്തയിലും ഐസിൻ്റെ ഫ്രണ്ടിലും അവിടെയൊക്കെയാണ് ഞങ്ങളെല്ലാം കിടക്കുന്നത്. ഒരു കൊതുകടി കൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ കൊതുക് കടിച്ചിനി വേറെ നല്ല സുഖം വരായിരുന്ന ഭാഗ്യമെന്ന് വിചാരിക്കുന്നു. 2024 സെപ്റ്റംബർ 26-ന് ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിസ്ഥിതി സൗഹാർദ്ദ വിശ്രമ മന്ദിരമാണിത്. ആർക്കും പ്രയോജനമില്ല. സലാം MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടിയും സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വിഹിതമായ 50 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. 1050 കിടക്കകളുള്ള ആശുപത്രിയിൽ അതിൻ്റെ ഇരട്ടിയിലേറെ രോഗികൾ കിടത്തി ചികിത്സ തേടാറുണ്ട്. വാർഡുകൾക്ക് പുറത്തെ വരാന്തകളിൽ ചൂടത്ത് കൊതുകുകടിയുമേറ്റാണ് കൂട്ടിരിപ്പുകാർ വിശ്രമിക്കേണ്ടത്. തെരുവു നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. ഭിന്നശേഷി വയോജന സൗഹൃദമായാണ് പുതിയ മന്ദിരം പൂർത്തിയാക്കിയത്. താഴത്തെ നിലയിൽ 7 മുറികൾ, 5 ശൗചാലയങ്ങൾ, ലോക്കർ മുറി എന്നിവയുണ്ട്. താഴത്തെ നിലയിൽ കോഫി ഷോപ്പിനുള്ള സൗകര്യവുമുണ്ട്. വിശ്രമ മന്ദിരത്തിന്റെ കാര്യത്തിൽ കരാറുകാരനെ ഏർപ്പാടാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് അമ്പലപ്പുഴ MLA സലാം അറിയിക്കുന്നത്. എത്രയും വേഗം വിശ്രമ കേന്ദ്രം തുറന്നുകൊടുത്ത് കൂട്ടിരിപ്പുകാരോട് കരുണ കാട്ടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. തെരുവുനായ ശല്യവും കൊതുക് കടിയും കൊണ്ടാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ രോഗികൾക്കൊപ്പം എത്തുന്നവർ കഴിയുന്നത്. ഇത്ര നല്ല കെട്ടിടവും അതിൽ ശൗചാലയവും അടക്കം ആവശ്യത്തിനുള്ള സൗകര്യങ്ങളും ഒക്കെയുണ്ട്. അല്പം കൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രം മതി. ഇങ്ങനെ ഒക്കെയുള്ള സ്ഥിതി നിലനിൽക്കെ ജനം പുറത്ത് കാത്തിരിക്കുകയാണ്. ഈ കെട്ടിടം തുറന്ന് കൂട്ടിരിപ്പുകാരുടെ ദുരിതം ഒഴിവാക്കിക്കൂടെ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. ചില പ്രതികരണങ്ങൾ കാണാം. 3 മണിക്കൂറായി വന്ന് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സ്ഥലമുണ്ട്, മൊത്തം പട്ടിയും വേസ്റ്റും അത് ഇതൊക്കെ തന്നെ വൃത്തിയില്ല. നമ്മളെപ്പോലെ വന്നിരിക്കുന്ന മനുഷ്യർ പട്ടി കിടന്ന് അതിനെ ഓടിക്കാൻ മനസ്സ് കാണിക്കാത്ത ആൾക്കാർ വന്നിരിക്കുന്നത് കൊണ്ടാണ് പട്ടി കിടക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മളിരിക്കുന്ന ഒരു സ്ഥലമാണെന്നുള്ളൊരു ബോധ്യത്തിൽ ആ പട്ടിയെ പൂച്ചയോ ഉണ്ടെങ്കിൽ അതിനെ ഓടിച്ചു മാറ്റാൻ മനുഷ്യർ ശ്രമിക്കുന്നില്ല. ഇവിടെ അങ്ങനെ നമുക്ക് ഇത് ഇരിക്കാനുള്ള സ്ഥലം ഇതേ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും അങ്ങനെ നമുക്ക് കണ്ടിട്ടില്ല. ചില വാർഡുകളിലൊക്കെ, അതായത് സ്ഥലങ്ങളിലേ സെപ്പറേറ്റ് ആയിട്ടുള്ള അതില്ലാത്തവർക്ക് നമുക്ക് ഇവിടെ വരുന്നവർക്ക് വേറെ സൗകര്യങ്ങളൊന്നുമില്ല. വണ്ടിയിലൊക്കെ ഇരിക്കുക, അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല.